ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഈസി ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു 5 മിനിറ്റ്സ് കൊണ്ട് ഇതപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. നേരിട്ട് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് ഒരു സവാള, ചെറിയുള്ളി, വെളുത്തുള്ളി, തക്കാളി, മല്ലിച്ചപ്പ്, കറിവേപ്പില. ഇതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട വെജിറ്റബിൾസ്. അപ്പോൾ ഇതാ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് കോക്കനട്ട് ഓയിൽ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. കോക്കനട്ട് ഓയിൽ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുന്ന ടൈമിൽ നമുക്കതിലേക്ക് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ. നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതേപോലെ നമുക്ക് പെട്ടെന്ന് അതേ ടേസ്റ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. കുറേ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സവാളേൻ്റെ എണ്ണം കൂടുതൽ എടുത്തുകൊണ്ട് ഇതുകൊണ്ടൊരു 10 എണ്ണമൊക്കെ, ചെറിയതാണ്, 10 എണ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഒരല്ലി ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയും മല്ലിച്ചപ്പാണ്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എരിവൊന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ ഓരോന്ന് ചേർത്ത് കൊടുക്കാൻ പോകണം. ഫസ്റ്റ് നമ്മൾ ഇട്ടെടുക്കുന്നത് ഉപ്പ് പൊടിയാണ്. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉള്ളി ഒന്ന് വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കൂടെ നമ്മൾ ഫസ്റ്റ് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, അതൊക്കെ ആവശ്യത്തിന് ഓരോന്നുള്ളത്, അത് ഫ്ലേവറിന് മാത്രമായിട്ടൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിതിൽ പച്ചമുളക് ആവശ്യമുള്ളവർക്ക് യൂസ് ചെയ്യാം കേട്ടോ. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് കടിച്ചു പോകുന്നവരാണെങ്കിൽ അതൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് പകരം മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അല്ലാതെ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടെ വെജിറ്റബിൾസൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ക്യാരറ്റോ പയറോ ഒക്കെ വേണമെങ്കിൽ ഇതിൽ ഇട്ടെടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാൻ മതി. അപ്പം ഇത് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വെജിറ്റബിൾസും കൂടെ അകത്തെത്തും. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മുട്ടയാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാടമുട്ടയാണ്. നിങ്ങൾക്ക് സാധാ മുട്ട ഏതാണോ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ചെയ്യാം. അപ്പം നന്നായിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കുറച്ച് നേരം വേവാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം. അപ്പോൾ ഇത് വീഡിയോ കാണുമ്പോൾ കുറേ ഉണ്ടെങ്കിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ 5-10 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി അവിടെ അടച്ചു വെക്കാം. വേണമെങ്കിൽ ഈ അടച്ചു വെക്കുന്ന ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് അടുത്തതൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാവുന്ന ടൈമിൽ നമുക്ക് എല്ലാം ഒരേ ടൈമിൽ തന്നെ റെഡിയായി കിട്ടും. ഇനി അതല്ല ഓരോന്നോരോന്ന് ചെയ്തെടുക്കുന്നവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസാണ് ചേർക്കേണ്ടത്. അത് ആവശ്യത്തിന് ചേർത്ത് കഴിഞ്ഞാൽ മതി. ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി അവിടെ അടച്ചു വെക്കുകയാണ്. ആ ഒരു ടൈമിൽ ഞാനിതാ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 1.5 കപ്പ് മൈദയും ഒരു നുള്ള ഉപ്പ്, ഒരു കപ്പ് പാല്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. ഒരു കപ്പ് പാല്, ഉപ്പ് പൊടി, മൈദ, ഇത് 3 നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് അടിച്ചിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ കട്ടിയാണോ അല്ലെങ്കിൽ ലൂസാണോ നോക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ചെടുത്ത ബാറ്റർ ഞാനിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കുറേശ്ശെ പാലിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചെടുത്താൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി നോക്കാം. നമുക്ക് എവിടെയെങ്കിലും കട്ടിയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദോശയ്ക്ക് പറ്റിയൊരു പരിവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മളെ മിക്സ് മസാല മാറ്റി വെച്ച് ആ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ ഒരു ചൂടിൽ മതി കേട്ടോ, ഫ്ലെയിം ഓൺ ആക്കണമെന്നില്ല. ഇതാ കാടമുട്ട പകുതി കട്ട് ചെയ്തത്, അതായത് പുഴുങ്ങി പകുതി കട്ട് ചെയ്ത് കാടമുട്ട അതിൽ വെച്ച് കൊടുക്കുകയാണ്. രണ്ട് ഭാഗം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് രണ്ട് ഭാഗത്തും ആ ഒരു മസാല ആവുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്കാണ് നമുക്ക് ദോശ പോലെ ചുട്ടെടുക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ ബാറ്റർ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു റൗണ്ട് ഏകദേശം ഒരു ദോശയുടെ പരുവത്തിൽ നമുക്ക് റൗണ്ടാക്കി എടുക്കാം. കറക്റ്റ് റൗണ്ട് ആണെന്നൊന്നുമില്ല, ഏകദേശം ഒരു മോഡലായി കിട്ടിയാൽ മതി. അങ്ങനെ എല്ലാ ദോശയായിട്ട് നമുക്ക് ഇങ്ങനെ ചുട്ടെടുക്കാം. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് ഭാഗം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താൽ മതി. ഫ്ലെയിം കൂട്ടി വെക്കുമ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു വൈറ്റ് കളർ തന്നെ നമുക്ക് മതി. ലൈറ്റായിട്ടൊരു കളർ ചേഞ്ച് വരുന്നുള്ളൂ. അപ്പോൾ രണ്ട് ഭാഗം ഒന്ന് മീഡിയം കുക്കാവുന്ന രീതിയിൽ തിരിച്ചിട്ടിട്ട് നമുക്കെടുക്കാം. അപ്പോൾ ഇത് ഒരു ഭാഗം കുക്കായി കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ പൊട്ടിപ്പോവാതെ, അതായത് അത്രയ്ക്ക് കുക്കാവാത്തതുകൊണ്ട് തന്നെ പൊട്ടിപ്പോവാതെ നല്ല രീതിയിൽ മറിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഓഡിയോ കേൾക്കുമ്പോൾ ചെറിയ രീതിയിൽ സൗണ്ടിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നല്ല മഴയാണ് കേട്ടോ പുറത്ത്. ഞാൻ വോയിസ് കൊടുക്കുന്ന ടൈമിൽ നല്ല മഴയാണ്. അപ്പോൾ ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ട് ഭാഗം ഇതേപോലെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മളെ ബാറ്ററുള്ള എല്ലാ ദോശയും ഇതേപോലെ ചുട്ടെടുത്തതിന് ശേഷം നമുക്ക് അടുത്ത പണിയിലേക്ക് നോക്കാം. അപ്പോൾ ഈസിയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കുറേ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിലും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഹെൽത്തി ഫുഡാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയും മുട്ടയും വെച്ച് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. നമ്മൾ പണി ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഈ ദോശ നമുക്ക് എടുത്ത് മാറ്റാം. ഇനി അടുത്തത് നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാം. അടുത്ത ദോശ ഞാൻ ഇതേപോലെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ കുക്കായി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ രണ്ട് ഭാഗവും കുക്കായിട്ട് നമുക്ക് എടുത്ത് മാറ്റാം. ഇങ്ങനെ നമുക്ക് എല്ലാ ദോശയും ഇതേപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് മസാലയായി മുട്ട റെഡിയാക്കി വെച്ച് നമ്മളെ ദോശ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ ഇതിലെങ്ങനെയാണ് വെക്കാൻ നോക്കാം. അപ്പോൾ നമ്മളെ മുട്ട ഇവിടെ റെഡിയാണ്, മസാല അതേപോലെ ദോശ ഇവിടെ റെഡിയാണ്. ഇനി ഒരു ദോശ എടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു ബാറ്റർ കൊണ്ട് 10-11 ദോശയാണ് കേട്ടോ ചുട്ടെടുത്തത്. ഈ ദോശയുടെ സെൻറ്ററിലായിട്ട് നമുക്ക് മസാല വെക്കാം. അതിന് മുകളിലായിട്ട് നമുക്ക് മുട്ട വെച്ച് കൊടുക്കാം. കാടമുട്ടയും സാധാ മുട്ടയും ഏത് മുട്ട വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ചിക്കൻ്റെ ഫില്ലിംഗ് ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതാ നടുക്ക് മസാല വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഒരു ഹാഫ് പോർഷൻ മുട്ടയും വെച്ച് കൊടുക്കാം. നമുക്കിത് ഒട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിലേക്ക് മൈദ ഇട്ടൊരു പശ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സൈഡിലൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒട്ടിക്കാം. അപ്പോൾ നല്ല രീതിയിൽ ഇത് ഒട്ടി നിൽക്കും, അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ എല്ലാ സൈഡിലും ആവുന്ന രീതിയിൽ നമുക്കിങ്ങനെ ഒട്ടിച്ച് വെക്കാം. അപ്പോൾ ഇതേപോലെ എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാ അപ്പോൾ ഇങ്ങനെ റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെക്കും. നമ്മൾ ഈ ദോശ ചുട്ടെടുത്ത പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിലൊന്ന് ചുറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഈ റെഡിയാക്കിയെടുത്തത് നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതും നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. രണ്ട് ഭാഗം തിരിച്ചും മറിച്ചിട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മളെ ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലും തയ്യാറാക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കാം കേട്ടോ. നമ്മളെ വീട്ടിൽ എന്താണോ സാധനം ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് ഫില്ലിങ്സും ഒക്കെ തയ്യാറാക്കാം. അപ്പോൾ അതായത് സൈഡിൽ കൂടെ എടുത്ത് കൊണ്ടുപോയി കഴിക്കുന്നുണ്ട് കേട്ടോ. എണ്ണ ഇങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ രണ്ട് ഭാഗവും റെഡിയായി കഴിയുമ്പോൾ നമുക്കെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഈ മഴയത്ത് ചൂട് ചായയും ഇതും കൂടെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് നമ്മൾ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂട്ടി. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.